പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്ന് രമേശ് ചെന്നിത്തല. മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിന് G. സുകുമാരൻ നായർക്ക് ചെന്നിത്തല നന്ദി അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ച നേദ്യ S. രാജേഷിന്റെ മൃതദേഹം സംസ്കരിച്ചു. വീട്ടിലെ പൊതുദർശന ചടങ്ങിന് ശേഷം കുറുമാത്തൂർ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ചിന്മയ സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ച മൃതദേഹത്തിൽ അധ്യാപകരും സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ രാവിലെ 10:30 നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുങ്കർ ജംദാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചടങ്ങിൽ പങ്കെടുത്തു. നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. ഇന്നലെ രാത്രി 11:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്. കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിൽ പോലീസ് നോട്ടീസ് അയച്ചേക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത്. സനാതനധർമ്മം ചാതുർവർണ്ണത്തിന്റെ ഭാഗമല്ലെന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സതീശൻ ഹിന്ദു വർഗീയതയെ വെള്ളപൂശാനുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് സെക്രട്ടറിയുടെ പ്രതികരണം. സനാതനധർമ്മത്തിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. പ്രതിപക്ഷ നേതാവ് ആക്ഷേപങ്ങൾക്ക് തെളിവ് നൽകണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് RBIയുടെ ഷെഡ്യൂൾ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്താം. അങ്ങനെയൊരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നതിൽ എന്താണ് തെറ്റ്? മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തുക നിക്ഷേപിച്ചതെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചു. മറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോ നിർത്തിവെക്കാൻ നോട്ടീസ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ചാണ് കൊച്ചി കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത്. ഇന്ന് പരിപാടി അവസാനിക്കാനിരിക്കെയാണ് തിരക്കിട്ട് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ ദിവസം പരിപാടി കാണാനെത്തിയ കടവന്ത്ര സ്വദേശിനിയായ സ്ത്രീ പ്ലാറ്റ്ഫോമിൽ വീണ് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ GCDAയ്ക്കും കോർപ്പറേഷനും പരാതി നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തി ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൽ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന സൂചനകൾക്കിടെയാണ് ഷായുമായുള്ള നിർണായക കൂടിക്കാഴ്ച. കേരളത്തിലെ BJPയെ പ്രതീക്ഷ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ശോഭ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ സവർക്കറുടെ പേരിലുള്ള കോളേജിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി കല്ലിടൽ ചടങ്ങ് നിർവഹിക്കുമെന്ന് വിവരം. പ്രധാനമന്ത്രിക്ക് ക്ഷണം നൽകിയിട്ടുണ്ടെന്നും PM ഓഫീസിൽ നിന്നുള്ള സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണെന്നും സർവകലാശാല അധികൃതർ അറിയിച്ചു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ വിദേശകാര്യ ഉദ്യോഗസ്ഥനാണ് നിലപാട് വ്യക്തമാക്കിയത്. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറിനടക്കം 4 കായിക താരങ്ങൾക്കാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഖേൽരത്ന പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. മനു ഭാക്കർ, ചെസ് താരം D. ഗുകേഷ്, ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്, പാരാലിംസ് താരം പ്രവീൺ കുമാർ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്.